നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലിയർ ആവണം, നല്ല ഗ്ലോയിങ് ആയിട്ടും ബ്രൈറ്റർ ആയിട്ടൊക്കെ ഇരിക്കണം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് സഹായിക്കുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു DIY ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം. ഇത് നമുക്കൊരു 7 ഡേ ചലഞ്ചായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. ഒരു 7 ഡേയ്സ് ചലഞ്ചുമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിറമായിട്ടോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറായിട്ടോ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ആദ്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇതേ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത്, അതായത് ചോറൊക്കെ വെച്ച് ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ഉണ്ടാവില്ല, അത് പുളിപ്പിച്ചൊന്നുമല്ല, ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തേക്കണത്. 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് അതിനായിട്ട് എടുക്കാം. ഇത്തിരി സിറം രീതിയിൽ ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കഞ്ഞിവെള്ളം എക്സ്ട്രാ എടുക്കുക. ഏറ്റവും നല്ലത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കഞ്ഞിവെള്ളവും അലോവേറ ജെല്ലും, അതായത് 2 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് എടുക്കുക. അതായത് നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ക്രീം രീതി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സീറം കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ ആദ്യം ഇത്തിരി ഇതാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ രണ്ടാമത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അലോവേറ ജെല്ല്. അത് ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലോവേറ ജെല്ല് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇട്ടുണ്ടെങ്കിൽ വിത്ത് വൈറ്റമിൻ ഇ കണ്ടൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ വൈറ്റമിൻ ഇ ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. വൈറ്റമിൻ ഇ ഉണ്ടതാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യാം. എക്സ്ട്രാ നല്ലൊരു മണമായിരിക്കും, നല്ല ഗുണങ്ങളും ആയിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു സിറം രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടില്ല. വൈറ്റമിൻ ഇ ഈ ഒരു അലോവേറ ജെല്ലിൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീം അല്ലെങ്കിൽ ഒരു സിറം കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സിറം പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ യൂസ് ചെയ്യണത് മമ്മാ എർത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ്. ഇതിൽ വിത്ത് റൈസ് വാട്ടറും നയാസിനമൈഡ് കണ്ടൻറ്റും വരുന്നുണ്ട് കേട്ടോ. വിത്ത് B3+ ഒരു കണ്ടൻറ്റും കൂടി വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് സ്കിൻ കിട്ടാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ നല്ല ജെൻറ്റലായിട്ട് ക്ലെൻസ് ചെയ്യാനത് സഹായിക്കും. ഇതിൽ നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആവും. അതേപോലെ റൈസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കും കേട്ടോ. അപ്പോൾ അതാ ഫേസിൽ ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് പതപ്പിച്ച് ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ടീസോൺ ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അവിടേക്ക് ഞാൻ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-1.5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒരു 7 ഡേയ്സ് ചലഞ്ചായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് ഞാൻ മമ്മാ എർത്തിൻ്റെ ഈ ഒരു ഫേസ് വാഷും അതിൽ ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണത്. മമ്മാ എർത്തിൻ്റെ തന്നെ റൈസ് വാട്ടർ കണ്ടൻറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ മമ്മാ എർത്തിൻ്റെ എടുക്കാനുള്ള കാരണം കൂടി പറയാം. മമ്മാ എർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഉണ്ടല്ലോ ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അതേപോലെ മമ്മാ എർത്ത് എന്നുള്ളത് പ്ലാസ്റ്റിക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ മമ്മാ എർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമുക്ക് മമ്മാ എർത്തിൻ്റെ വെബ്സൈറ്റ്, മമ്മാ എർത്തിൻ്റെ ആപ്പ്, ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മമ്മാ എർത്തിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ ലിങ്കിലൂടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പ്ലാന്റ് ചെയ്യും. അതിൻ്റെ ജിയോ ലൊക്കേഷൻ, സ്പീഷ്യസ്, പിക്ചറൊക്കെ അവർ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യും കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തു, തുടച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തില്ലേ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രീം, അതാ ഇതേപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയാണ്, നല്ല ഹൈഡ്രേഷനാണ്. സ്കിന്ന് നല്ല രീതിയിൽ ക്ലിയർ ആവാനും നമ്മുടെ മുഖത്തെ ചുളികളൊക്കെ മാറാനൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഈ ഒരു ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് മോർണിംഗും നൈറ്റ് ടൈമും ഇതേപോലെ ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രൊഡക്റ്റ് മമ്മാ എർത്തിൻ്റെ ഫേസ് വാഷ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രൊഡക്റ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി അരിപ്പൊടി, ഇത്തിരി കഞ്ഞിവെള്ളവും വേണമെങ്കിൽ ഇത്തിരി നാരങ്ങാനീരോ തൈരോ മിക്സ് ചെയ്തിട്ട് ഫേസ് വാഷായിട്ട്, അത് നാച്ചുറൽ ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് മമ്മാ എർത്തിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള മമ്മാ എർത്തിൻ്റെ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട്സ്, ഓഫേഴ്സ്, അതേപോലെ ഏർലി ആക്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ.
പിന്നെ എനിക്ക് പറയാനുള്ളത്, മമ്മായെർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ. അതേപോലെ നമ്മുടെ മമ്മായെർത്തിൻ്റെ പ്രൊഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്നിവിടങ്ങളിലല്ലാതെ നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിൽ കിട്ടും കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിൽ നിങ്ങൾ മമ്മായെർത്തിൻ്റെ പ്രൊഡക്ട്സ് കാണുവാണെങ്കിൽ എനിക്ക് മെസ്സേജോ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങിക്കുന്നതെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ക്രീം നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്തു. അതിനൊന്ന് ഡ്രൈ ആവാനായിട്ട് ടൈം കൊടുക്കുക. പ്രത്യേകിച്ച് നാച്ചുറൽ ആയതുകൊണ്ട് 2-3 മിനിറ്റ് എടുക്കും, പ്രത്യേകിച്ച് വേനൽക്കാലം കൂടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ ക്രീം ഇട്ടിട്ട് ഇത്തിരി ടൈം കൊടുക്കണം അത് ഫേസിലോട്ടൊന്ന് അബ്സോർബ് ആകാനായിട്ട്. അതിനുശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു നല്ലൊരു തിളക്കം തരുന്നുണ്ടല്ലേ. അടുത്ത നമ്മൾ സൺസ്ക്രീനാണ്. നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സൺസ്ക്രീൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മമ്മായെർത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂവി സൺസ്ക്രീനാണ്. വിത്ത് നയാസിനമൈഡും റൈസ് വാട്ടറുമാണ് മെയിൻ കണ്ടൻറ്റ് വരുന്നത്. ഇതിൽ SPF 50യും PA 4+1 വരുന്നത്. ഇത് മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. സൺ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്കിന്ന് കിട്ടാനായിട്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ്. റൈസ് വാട്ടർ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനും, നയാസിനമൈഡ് വരുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആവാനും, അതേപോലെ ഇവൺ ടോൺ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇതിൽ UVB പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഈ ഒരു സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ 3 ഫിംഗർ റൂൾ അനുസരിച്ചിട്ടാണ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഫേസിലും നെക്കിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ. നിങ്ങൾ ഒരു 7 days എങ്കിലും ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം, വിസിബിളായിട്ടുള്ള വ്യത്യാസം എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ മമ്മായെർത്തിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാം. കൂപ്പൺ കോഡ് മറക്കണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.